നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർലിങ്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർലിങ്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രീ മൈനിങ് ആപ്പിനെ കുറിച്ചിട്ടാണ്. പൈ നെറ്റ്വർക്ക്, ബി നെറ്റ്വർക്ക് ഒക്കെ പോലത്തെ ഒരു മൈനിങ് ആപ്പാണ്. പൈ നെറ്റ്വർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പൈ നെറ്റ്വർക്ക് ലിസ്റ്റായി സക്സസ്ഫുൾ പ്രോജക്റ്റാണ് പൈ നെറ്റ്വർക്ക്. അതിൽ ബി നെറ്റ്വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ട ബി നെറ്റ്വർക്കിൻ്റെ അപ്ഡേറ്റ് പുതിയതൊന്നും വന്നിട്ടില്ല, ലിസ്റ്റിങ്ങിനെ കുറിച്ചിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കേസ് അറിയില്ല. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഇൻ്റർലിങ്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം വന്നിങ്ങനെയാണ്. ഇത് ന്യൂലി ബോൺ പ്രോജക്റ്റാണ്. 3 ആഴ്ചയാണ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എയർലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ആവുകയാണെങ്കിൽ, പൈ നെറ്റ്വർക്ക് പോലെ സക്സസ്ഫുൾ പ്രോജക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ യൂസേഴ്സ് ഇൻക്രീസ് ആവുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. പൈ നെറ്റ്വർക്കിൽ അന്ന് ജോയിൻ ചെയ്തവർക്കൊക്കെ ഇപ്പോൾ 2000 കോയിൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ഇൻ്റർലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ കോയിൻസ് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വേറൊരു ബെനിഫിറ്റ് കൂടി ഉണ്ട്. നമുക്കിപ്പോൾ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പൈ നെറ്റ്വർക്ക് പോലെ 24 മണിക്കൂറിലല്ല ഇത് ക്ലിക്ക് ചെയ്യണത്. ഇത് മൈൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണത് 4 മണിക്കൂർ കൂടുമ്പോഴാണ്. അപ്പോൾ ഇത് ഇനി നമ്മൾ വൈകിയാണ് ജോയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് 5 മണിക്കൂർ കൂടുമ്പോഴായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് 20 കോയിൻ വെച്ചിട്ടാണ് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ ബേസ് റേറ്റ് എന്ന് വെച്ചാൽ 20 കോയിനാണ്. അപ്പോൾ യൂസേഴ്സ് കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 20 എന്നുള്ള 10 കോയിനാവും. പിന്നെ റെഫറൽ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 കോയിൻ അപ്പം തന്നെ കിട്ടും. റെഫറൽ കോഡ് ഉപയോഗിക്കണം എന്തായാലും. റെഫറൽ കോഡ് ഇല്ലാണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. റെഫറൽ കോഡ് എന്തായാലും അടിക്കണം എന്നുള്ളൊരു സ്റ്റേജ് വരും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ റെഫറൽ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ചെറിയൊരു ബൂസ്റ്റ് കിട്ടും മൈനിങ്ങിൽ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ. Explore tech, crypto and beyond with SNK. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഇൻട്രൊഡ്യൂസ് ഇൻ്റർലിങ്ക് ആപ്പ് ഡിസൈൻ ടു സെക്യൂർലി മാനേജ് ഇൻ്റർലിങ്ക് IDs ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹ്യൂമൻ നെറ്റ്വർക്ക് എക്കോസിസ്റ്റം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ മൈനിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഫേസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. നമ്മൾ പൈയിലൊക്കെ ചെയ്തോട്ട് ഫേസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് നമുക്ക് മേ ബി ലെറ്റർ അടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് എന്തായാലും ഒരു സമയത്ത് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. എന്നാലാണ് നമുക്ക് ആ വെരിഫൈഡ് ടിക്ക് വരുള്ളൂ. പിന്നെ നമ്മൾ മൈനിങ് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആൻഡ് ഓൾ ഇൻ വൺ എക്കോസിസ്റ്റം വെരിഫൈഡ് ഐഡീസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ റിവാർഡ്സ്, മിനി ആപ്സ് ആൻഡ് ഹ്യൂമൻ പവേർഡ് മൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ പവേർഡ് മൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെഫറൻസ് കൂടുവാണെങ്കിൽ നമുക്ക് മൈനിങ്ങിൻ്റെ സ്പീഡ് കൂടും. അതായത് നമുക്ക് മൈനിങ്ങിൽ ഇപ്പോൾ കിട്ടുന്നത് 4 മണിക്കൂർ കൂടുമ്പോൾ കിട്ടുന്നത് 20 ആണെങ്കിൽ റെഫറൻസ് കൂടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു നമ്പർ കൂടും. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഗിൻ വെരിഫിക്കേഷൻ ഈസ് നൗ സപ്പോർട്ടഡ് എന്നുകൊണ്ട് റെഫറൽ റിവാർഡ്സ് അങ്ങനെയുള്ള സംഭവമുണ്ട്. പിന്നെ ഗെയിം കളിച്ചിട്ട് ഗെയിമിൽ ലീഡർ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തോ റിവാർഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സ്കാൻ QR കോഡ്സ് ഇൻ അതർ ആപ്സ് ഫോർ ഫാസ്റ്റർ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ. അപ്പോൾ അതൊക്കെ ഭാവിയിൽ വരുന്ന സംഭവമാണ്. വെരിഫൈ വിത്ത് ഇൻ്റർലിങ്ക് ID എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന സംഭവമായിരിക്കും മിക്കവാറും. ഇതിലിപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ആപ്പിലൊക്കെ ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് വെച്ചിട്ട് സ്കാൻ QR കോഡ് ചെയ്താൽ മതിയായിരിക്കും പേയ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്കോസിസ്റ്റം ആക്സസ് ആണ്. മിനി ആപ്പ് എക്കോസിസ്റ്റം ആക്സസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഗെയിംസൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ലീഡർ ബോർഡിൽ വരാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, എന്തോ ബെനിഫിറ്റൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻജോയ് എവറിത്തിങ് ഇൻ എ സിംഗിൾ പ്ലാറ്റ്ഫോം വിത്തൗട്ട് ഹാസിൽ ഓഫ് ഡൗൺലോഡിങ് എക്സ്ട്രാ ആപ്പ്. വേറെ ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് ലീഡർ ബോർഡിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ഗെയിമിംഗ് ലീഡർ ബോർഡ്സ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ചലഞ്ചസ് ഏൺ ഇൻസെൻറ്റീവ്സ് ആൻഡ് സ്റ്റേ എൻഗേജ്ഡ് ത്രൂ കോമ്പറ്റീറ്റീവ് ആക്ടിവിറ്റീസ്. കണ്ടോ, അതിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ്. എ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ദാറ്റ് അലൗസ് യു ടു സെൻഡ് ആൻഡ് റിസീവ് ഡിജിറ്റൽ അസറ്റ്സ് ഗ്ലോബലി. അപ്പോൾ ഒരു വാലറ്റും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ആ വാലറ്റിലേക്ക് നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് പോലത്തെ ഒരു വാലറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കോയിൻസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്, എംപവറിങ് യു ടു മാനേജ് യുവർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ ദ Web3 എക്കോസിസ്റ്റം വിത്ത് ഈസ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ പവേർഡ് മൈനിങ് ആണ്. ഈച്ച് യൂസർ സെർവ്സ് ആസ് എ നോഡ് കോൺട്രിബ്യൂട്ടിങ് ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി.
എന്നാണ് പറഞ്ഞാണ്. പിന്നെ എക്സ്പാൻഡ് ദ നെറ്റ്വർക്ക് ആൻഡ് ഏൺ റിവാർഡ്സ് ത്രൂ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 ITLG, അതായത് ഇൻ്റർലിങ്ക് നെറ്റ്വർക്ക്, അതാണ് 20 ITLG ആണ് നമുക്ക് ഇപ്പോൾ ബേസ് റിവാർഡായിട്ട് കിട്ടുന്നത്. പിന്നെ ഹ്യൂമൻ ഹാഷ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് വഴി കിട്ടുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൂടിയും നമുക്ക് ഇൻക്ലൂഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ബൂസ്റ്റ് കിട്ടും, നമുക്ക് മൈനിങ്ങിൽ ബൂസ്റ്റ് കിട്ടും. പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജോയിൻ ദ ഹ്യൂമൻ നെറ്റ്വർക്ക് ടുഡേ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആപ്പ് സ്റ്റോറിൻ്റെയും പ്ലേ സ്റ്റോറിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ താഴെ ലിങ്ക് ഇട്ടുണ്ട്, ആപ്പ് സ്റ്റോറിൻ്റെ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ഇട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് റെഫറൽ കോഡ് ചോദിക്കുകയാണെങ്കിൽ റെഫറൽ കോഡ് എന്തായാലും അടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചിരുന്ന റെഫറൽ കോഡ് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1000 കോയിൻ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ ലിങ്ക്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ സോഷ്യൽ മീഡിയയിലായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൽ ഇത് കണ്ടോ, ഇൻ്റർലിങ്ക് ലാബ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഫോളോവേഴ്സ് 114K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ വെരിഫൈഡ് അക്കൗണ്ടാണ്. പിന്നെ വെരിഫൈഡ് ഇപ്പോൾ പൈസ കൊടുത്ത് വെരിഫൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും. പക്ഷേ എന്നാലും ഇത് ഇത്തിരി ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, കാരണം ഫ്രീ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ വൈറ്റ് പേപ്പറാണ്. വൈറ്റ് പേപ്പർ ഈ ഏറ്റവും അവസാനം കിടക്കേണ്ട വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോക്കണോമിക്സ് കാണാൻ പറ്റും. ടോക്കണോമിക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റോഡ് മാപ്പ് നോക്കാം. റോഡ് മാപ്പിൽ 5 ഇയർ റോഡ് മാപ്പാണ് അവർ പറഞ്ഞത്. അപ്പോൾ ലോങ് വിഷനാണ് അവർക്കുള്ളത്. അപ്പോൾ 2025 സാധനം വന്നത് കണ്ടോ. അപ്പോൾ നിങ്ങളത് നോക്കുക. ഈ ഒരു മൈൽ സ്റ്റോൺസും 2026 അവർ പ്ലാൻ ചെയ്തിരുന്നതും 2027 2030 പ്ലാൻ ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇതിപ്പോൾ നമ്മൾ ലിസ്റ്റിംഗ് ഓൺ US സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിലും വരുമായിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വരുമായിരിക്കും ഇവരുടെ പ്രോഡക്റ്റ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻ്റർലിങ്ക് ID, കോർ കമ്പോണൻസ് ഇൻക്ലൂഡ് ഇൻ്റർലിങ്ക് ID, ഇൻ്റർലിങ്ക് ആപ്പ്, ഇൻ്റർലിങ്ക് ചെയിൻ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻ്റർലിങ്ക് ചെയിൻ, അതായത് ബ്ലോക്ക് ചെയിൻ അവർ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി എതീറിയത്തിലായിരിക്കും. ഇപ്പോൾ അവർ മെറ്റാമാസ്കാണ് വാലറ്റ് കണക്റ്റിൽ കണക്ട് ചെയ്യണത്. അപ്പോൾ എതീറിയത്തിലായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി മിക്കവാറും ചെയിൻ വന്നു കഴിയുമ്പോൾ ഈ മെറ്റാമാസ്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ മെറ്റാമാസ്കിൽ നമുക്ക് ഏത് ചെയിൻ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും മെറ്റാമാസ്ക് കണക്ട് ചെയ്യാൻ പറയുന്നത്. മെറ്റാമാസ്ക് ട്രസ്റ്റ് വാലറ്റ് പോലത്തെ വാലറ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ചെയിൻ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റർലിങ്ക് ചെയിൻ വന്നു കഴിയുമ്പോഴായിരിക്കും വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇൻ്റർലിങ്ക് SDK, ഇൻ്റർലിങ്ക് വാലറ്റ്, ഇതൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. അത് 2025 വരാൻ പ്ലാൻ ചെയ്താണ് സാധനമാണ്. പിന്നെ ഇൻ്റർലിങ്ക് കാർഡ് ലോഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവമുണ്ട്. പിന്നെ സക്സസ്ഫുള്ളി ലിസ്റ്റ് ഇൻ്റർലിങ്ക് ടോക്കൺ ഓൺ ലീഡിങ് എക്സ്ചേഞ്ചസ്. അപ്പോൾ ഇതൊക്കെ ഇൻ്റർലിങ്ക് ടോക്കണും എല്ലാ സംഭവവും ലീഡിങ് എക്സ്ചേഞ്ചസിൽ 2025 ലിസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ മൈനിങ് എന്തൊരുനാളും ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 2025 തന്നെ ലിസ്റ്റ് ചെയ്യണ പോലെ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവരുടെ ടോക്കണോമിക്സ് നമുക്ക് നോക്കാം. ടോക്കണോമിക്സ് ഇവിടെ ഉള്ളത് നോക്കാം. നമുക്ക് ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോക്കണോമിക്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ടോക്കണിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ബില്യൺ ആണ്. അതായത് 10 ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ. അപ്പോൾ പൈനേക്കാളും സപ്ലൈ കുറവാണ്. 10 ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ITI കമ്മ്യൂണിറ്റി, അതായത് ITL കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് 50% ആണ്. 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പകുതിയും നമുക്ക് തന്നെയായിരിക്കും പോകുന്നത്, ഈ മൈൻ ചെയ്യണവർക്ക് തന്നെയായിരിക്കും കിട്ടണത്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പബ്ലിക് സെയിൽ പിന്നെ ഡെവലപ്പേഴ്സ്, എക്കോസിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാണ്. ഒരു ഇൻട്രഡക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ AI സംഭവമാണിത്. AI ഏജൻസ്, ഫിനാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഇതിൻ്റെ ട്യൂട്ടോറിയലിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവരുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ആപ്പിൾ ആയതുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ആയി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അലോ വുഡ് യു ലൈക്ക് ടു സെൻഡ് നോട്ടിഫിക്കേഷൻസ് അലോ അടിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 6,72,694 ഇൻ്റർലിങ്ക് ID ഓൾറെഡി ഉണ്ടായി. അതായത് അത്രയും യൂസേഴ്സ് ഓൾറെഡി ഇത് മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് നൗവിൽ കൊടുക്കുക. ട്രൈ ഡെമോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഞാനിവിടെ ഗെറ്റ്
സ്റ്റാർട്ടഡ് നൗ കൊടുക്കുകയാണ്. അപ്പോൾ ലോഗിൻ ആണെങ്കിൽ നമ്മൾ പഴയ യൂസർ ആണെങ്കിൽ നമുക്ക് ലോഗിൻ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ യൂസർ ആയതുകൊണ്ട് നമ്മൾ സൈനപ്പ് കൊടുക്കുകയാണ്. സൈനപ്പ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റർ യുവർ ഇൻ്റർലിങ്ക് ID എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർലിങ്ക് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്പർ കൊടുക്കുക, എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡൈസിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ റാൻഡമായിട്ട് എന്തെങ്കിലും നമ്പറൊക്കെ ഇട്ട് തരും. കണ്ടോ, ഡൈസിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമായിട്ട് എന്തെങ്കിലും നമ്പറൊക്കെ ഇട്ട് തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്കി നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും 4 and 12 ക്യാരക്ടേഴ്സ്. 4-നും 12-നും ഇടയിലുള്ള ക്യാരക്ടേഴ്സ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 80808080808080 ഇങ്ങനെ നമുക്ക് അടിച്ചടിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളടുത്ത് ഇതൊക്കെ ആരോ എടുത്താണ്. നമ്മൾ ഇത് കൊടുത്തു, ID നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് പാസ്കോഡാണ്. പാസ്കോഡ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാസ്വേഡാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. അത് 6 ഡിജിറ്റുള്ള പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അത് 2 പ്രാവശ്യം എൻ്റർ ചെയ്യണം. അപ്പോൾ അത് ഞാൻ എൻ്റർ ചെയ്യണം. രണ്ടാമത് എൻ്റർ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുക സ്കാൻ ഫേസ്, ചൂസ് എ സൈനപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്കാൻ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഫേസ് വെരിഫിക്കേഷൻ ആദ്യമേ തന്നെ ചെയ്യുവാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് വിത്ത് Gmail കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് വിത്ത് ടെലിഗ്രാം കൊടുക്കാം. ഇതിൽ 3 മെത്തേഡിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം സൈനപ്പ് വിത്ത് Gmail കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ അടിക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ Gmail അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ലോഗിൻ വിത്ത് യുവർ ന്യൂ അക്കൗണ്ട് നൗ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോഗിൻ ID ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ലോഗിൻ അടിക്കുകയാണ്. ലോഗിൻ അടിച്ച് കഴിയുമ്പോൾ ഡു യു വാണ്ട് ടു അലൗ ഇൻ്റർലിങ്ക് നെറ്റ്വർക്ക് യൂസ് ഫേസ് ID എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അലോ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫേസ് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോഗിൻ പാസ്കോഡിന് പകരമായിട്ടുള്ള ഫേസ് ID ആണ്. ഇത് ഫേസ് വെരിഫിക്കേഷൻ അല്ല കേട്ടോ. കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ചിട്ട് ലോഗിൻ വിത്ത് Gmail കൊടുത്തിട്ടുണ്ട്, ലോഗിൻ വിത്ത് ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ വിത്ത് Gmail കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുക. ഇമെയിൽ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ വീണ്ടും കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്ലോബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻ്റർലിങ്ക് IDs കാണാൻ പറ്റും, വെരിഫൈഡ് ഇൻ്റർലിങ്ക് IDs കാണാൻ പറ്റും. ടോട്ടൽ ഇൻ്റർലിങ്ക് ID എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇൻ്റർലിങ്ക് IDയിൽ വന്നു. അപ്പോൾ വെരിഫൈഡ് ഇൻ്റർലിങ്ക് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്തവരെയാണ്. ഇതിൽ ജോയിൻ ആയവരൊക്കെ ഇൻ്റർലിങ്ക് IDsൽ വരും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെരിഫൈഡ് ഇൻ്റർലിങ്ക് ID എന്ന് വെച്ചാൽ വെരിഫൈ ചെയ്തതാണ്, ഫേസ് വെരിഫൈ ചെയ്ത ആൾക്കാരുടെയാണ്. പിന്നെ ഡെയിലി ആക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഡെയിലി ആക്റ്റീവ്, വീക്ക്ലി ആക്റ്റീവ് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ആക്റ്റീവ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോമാണ്. ഹോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈൻ ITLG എന്ന് പറഞ്ഞിട്ടുണ്ട്. ITLG ആണ് അവരുടെ ടോക്കൺ. അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മൈൻ ചെയ്യാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഓപ്ഷൻസും നമുക്ക് നോക്കിയിട്ട് പോകാം. പിന്നെ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംസും ഇൻ്റർലിങ്കിൻ്റെ ആപ്പുകളൊക്കെയാണ്. ഗെയിമിങ് ആപ്പ്, AI അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറി വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇതിലിപ്പോൾ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ഗെയിംസിൽ നമുക്ക് ITL പോയിൻറ്റ്സ് കിട്ടും. അത് വെച്ചിട്ട് ലീഡർ ബോർഡിൽ നമുക്ക് ടോപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഇൻസെൻറ്റീവൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ന്യൂസ് പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ന്യൂസും നമുക്ക് അറിയാൻ പറ്റും, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡ് ടോപ്പിൽ നമ്മുടെ അക്കൗണ്ട് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിങ്ക് യുവർ അക്കൗണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. സെക്യൂർ യുവർ അക്കൗണ്ട് ബൈ ലിങ്കിങ് യുവർ ഇമെയിൽ ആൻഡ് വാലറ്റ് ടു കംപ്ലീറ്റ് ദ സെറ്റപ്പ് പ്രോസസ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ Gmail വെച്ചിട്ട് ലോഗിൻ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ വാലറ്റ് ആഡ് ചെയ്യാനുണ്ട്, പിന്നെ നമുക്ക് ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ഓൾറെഡി നമ്മൾ കണക്റ്റഡ് ആണ്. ഇനി ഇവിടെ കണക്റ്റ് വാലറ്റ് കൊടുത്തിട്ട് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. അത് നമുക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് വേറൊരു സംഭവമുണ്ട്, നോട്ട് വെരിഫൈഡ് അറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാപ്പ് ടു സ്കാൻ യുവർ ഫേസ് ആൻഡ് കൺഫേം യു ആർ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ നെറ്റ്വർക്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കൂട്ട് തന്നെയാണ്.
ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഫറലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ഹാവ് അപ്ഗ്രേഡഡ് ടു ഹ്യൂമൻ ഹാഷ് സിസ്റ്റം. നൗ യുവർ റെഫറൽസ് ആൻഡ് ആക്ഷൻസ് ബൂസ്റ്റ് യുവർ ഹ്യൂമൻ ഹാഷ് പവർ, HHP ആൻഡ് ITLG റിവാർഡ്സ്. അപ്പോൾ ബേസ് ഹ്യൂമൻ ഹാഷ് പവർ എന്ന് വെച്ചാൽ 1 ആയിരിക്കും, സ്റ്റാർട്ട് വിത്ത് 1 ആയിരിക്കും. ബേസ് മൈനിങ് റേറ്റ് എന്ന് വെച്ചാൽ 20 ITLG ആയിരിക്കും. HHP എവരി 4 hours ആയിരിക്കും ബേസ് മൈനിങ്. അപ്പോൾ നമ്മൾ മൈൻ അടിച്ചിട്ട് പിന്നെ 4 hour കഴിഞ്ഞിട്ട് മൈൻ അടിച്ച് കഴിയുമ്പോൾ വീണ്ടും 20 ITLG കിട്ടും. പിന്നെ ഡയറക്റ്റ് റെഫറൽസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൽ ID വെച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ITLG കോയിൻ കിട്ടും. പിന്നെ പോയിൻറ്റ് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് 0.2 HHPP അതായത് ഹ്യൂമൻ ഹാഷ് പവർ ഇൻക്രീസ് കിട്ടും. പിന്നെ ഇൻഡയറക്റ്റ് റെഫറൽസ് ആണെങ്കിൽ 500 ITLG പെർ റെഫറലാണ് കിട്ടുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 1000 ITLG കിട്ടും. ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്ക് 1000 ITLG കിട്ടും. പിന്നെ എൻ്റർ റെഫറൽ കോഡ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് 0.5 HHP കിട്ടും. റെഫറൽ കോഡ് അടിച്ചാൽ മാത്രമാണ് നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രീവിയസ് *2 റിവാർഡ് ഫോർ എയർലി 4 hour മൈനേഴ്സ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. അപ്പോൾ ഇവിടെ റെഫറലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെയർ യുവർ റെഫറൽ കോഡിൻ്റെ അവിടെ നമ്മുടെ ഇൻവിറ്റേഷൻ കോഡ് സംഭവങ്ങളൊന്നും ലോഡാവാത്തതിൻ്റെ റീസൺ എന്നാന്ന് വെച്ചാൽ നമ്മളാരുടെ കീഴിലാണ് ജോയിൻ ചെയ്ത അയാളുടെ റെഫറൽ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിന് സബ്മിറ്റ് നൗ എന്നുള്ളതിൽ അടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂമൻ ഹാഷിലോട്ട് പോയിട്ട് അതിൽ നമ്മളാരുടെ കീഴിലാണ് ജോയിൻ ചെയ്ത അയാളുടെ റെഫറൽ കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന റെഫറൽ കോഡ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റെഫറൽ കോഡ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മൈൻ യുവർ ITLGയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 ITLG കോയിൻ കിട്ടും. പിന്നെ 0.5 ഹാഷ് റേറ്റ് കൂടുതലും കിട്ടും. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ കോഡും കാണാൻ പറ്റും. ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇൻവിറ്റേഷൻ ലിങ്ക് അടിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ റെഫറൽ കോഡ് അടിച്ചിട്ട് നിങ്ങൾ മൈൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ITLG കോയിൻ കിട്ടും. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഹ്യൂമൻ വെരിഫിക്കേഷനാണ്. ഈ അക്കൗണ്ടിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഹ്യൂമൻ വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഫസ്റ്റത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, നോട്ട് വെരിഫൈഡ് അറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് അപ്പിലായിട്ട് ആക്കാൻ പറയും, അപ്പോൾ അപ്പിലായിട്ട് ആക്കുക. പിന്നെ സൈഡിലേക്ക് ആക്കാൻ പറയും, റൈറ്റ് സൈഡിലായിട്ട് ആക്കാൻ പറയും, അപ്പോൾ സൈഡിലായിട്ട് ആക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആക്കാൻ പറയും, അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാ സംഭവങ്ങളും ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൊടുത്തു നോക്കാം. അതിന് മുമ്പ് ഈ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് ലിങ്ക് ചെയ്യാനുണ്ട്. അതിന് നമുക്ക് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ പോകാം. അക്കൗണ്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വാലറ്റ് നോട്ട് ലിങ്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മെറ്റാമാസ്ക് ഉണ്ട്, ട്രസ്റ്റ് വാലറ്റ് ഉണ്ട്, ടോക്കൺ പോക്കറ്റ് ഉണ്ട്, ബൈനാൻസ് വാലറ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് വാലറ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യണത് മെറ്റാമാസ്ക് ആണ്. അപ്പോൾ മെറ്റാമാസ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റാമാസ്ക് സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. മെറ്റാമാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാലറ്റാണ്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 12 വേർഡുള്ള സീഡ് ഫ്രേസ് ഇട്ട് അത് സേഫായിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുക. ഭാവിയിൽ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സീഡ് ഫ്രേസ് വേണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു വാലറ്റ് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതെന്തിനാ കണക്ട് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഡ്രോയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വാലറ്റിലേക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ അതിൽ നമുക്ക് നെറ്റ്വർക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർലിങ്ക് നെറ്റ്വർക്ക് വരികയാണെങ്കിൽ, അതിൻ്റെ ബ്ലോക്ക് ചെയിൻ വരികയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവും. അത് ആ സമയത്താണ്, വിഡ്രോയിലിൻ്റെ സമയത്താണ്. ഞാനിവിടെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യാണ്. ഓപ്പൺ അടിക്കുക, കണക്റ്റ് കൊടുക്കുക. ഇവിടെ വീണ്ടും കണക്റ്റ് വരും. സൈൻ കൊടുക്കണം. സൈൻ കൊടുക്കുക, വാലറ്റ് വെരിഫൈ ചെയ്യും. ഇപ്പോൾ ഇമെയിൽ കഴിഞ്ഞു, കണക്റ്റ് വാലറ്റ് കഴിഞ്ഞു, ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ മെയിൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഹ്യൂമൻ വെരിഫിക്കേഷൻ മാത്രമാണുള്ളത്. ഹ്യൂമൻ വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹ്യൂമൻ വെരിഫൈ ചെയ്യാം. ഇനി ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഫേസ് കറക്റ്റ് ക്ലോസർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് വട്ടല്ല. എന്നിട്ട് റൈറ്റിലേക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റിലേക്ക് കാണിക്കുക. റൈറ്റിലേക്ക് കാണിക്കുക, ലെഫ്റ്റിലേക്ക് കാണിക്കുക, ടോപ്പിലായിട്ട് കാണിക്കുക, ബോട്ടം കാണിക്കുക. അപ്പോൾ അത് ഇച്ചിരി പാടാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ട് യു ആർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. യുവർ ID ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വെരിഫൈ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഹ്യൂമൻ ഫേസ്. പിന്നെ
പിന്നീട് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇപ്പം മൈൻ ചെയ്തെടുക്കണൊക്കെ എന്തൊരു നാൾ മൈൻ ചെയ്തെടുക്കാൻ പറ്റും, അത് വിഡ്രോ ചെയ്യലും ഒക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മൈൻ ITLGയിൽ ക്ലിക്ക് ചെയ്യുക. മൈൻ ITLGയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസ് 20 അപ്പം മൈൻ കൊടുക്കുക. മൈൻ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് 4 മണിക്കൂർ കൂടുമ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കൂറാണ്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ മൈനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ 1:30 പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ യൂസറിൻ്റെ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. യൂസറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ എം ഹുവൻ്റെ നമ്മുടെ ടിക്ക് ഒന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ വാലറ്റ് കണക്ഷൻ നോക്കി, പിന്നെ ഇമെയിൽ ബൈൻഡിങ് നോക്കി, പിന്നെ ഹ്യൂമൻ വെരിഫിക്കേഷൻ നോക്കി, പിന്നെ ഇതിൻ്റെ മൈനിങ് എങ്ങനെയാണെന്ന് നോക്കി. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഗെയിമിംഗ് ആണ്. ഗെയിം നിങ്ങൾക്ക് ചുമ്മാ കളിക്കാം, ഫ്രീ ആയിട്ട് കളിക്കാവുന്ന ഗെയിംസാണ്. അത് കളിച്ചിട്ട് നമുക്ക് ലീഡർ ബോഡി വരികയാണെങ്കിൽ ITLG പോയിൻറ്റ്സ് കിട്ടും. അതിൽ നമുക്ക് ടോപ്പ് വരികയാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ്സ് റിവാർഡ്സ് ഒക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടതിൻ്റെ ആപ്പ് സ്റ്റോറിൻ്റെയും പ്ലേ സ്റ്റോറിൻ്റെയും റെഫറൽ ID ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ അടിക്കാവുന്നതാണ്. റെഫറൽ ID അത് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ITLG കോയിൻ കിട്ടും. പിന്നെ 0.5 HH ഹാഷ് റേറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻ്റർലിങ്ക് നെറ്റ്വർക്കിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്, ജോയിൻ ചെയ്യുക. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലെ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.